ഹായ് ഹലോ, ഇറ്റ്സ് മീ റിനൂസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പഴയ വണ്ടികളുടെയൊക്കെ ഒരു കളക്ഷൻ ഉള്ള ഒരു ചേട്ടൻ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. കമോൺ ഗൈസ്. നേരം പരപര വെളുക്കുന്നതിന് മുന്നേ ഞങ്ങൾ ആ വീട്ടിലെത്തി. അംബാസിഡർ ഷെഡിൽ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. നമസ്കാരം ചേട്ടാ. ചേട്ടന്റെ പേര് ജോസഫ്. ജോസഫിലാണല്ലേ? അപ്പൊ ഈ വണ്ടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കയറ്റി വെച്ചിട്ട് ഇൻഷുറൻസ് അടയ്ക്കണം, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഒരു വണ്ടികളോട് അങ്ങനെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ്. പഴയ വണ്ടികൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? കണ്ട നിരനിരയായി ഇരിക്കണ രാജാക്കന്മാരാണ് കേട്ടാ. ഈ രാജാക്കന്മാരുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട്. ഏറ്റവും ആദ്യം എടുത്ത വണ്ടി ഏതാ? ഷോഗൺ. സുസുക്കിയുടെ ഷോഗൺ ആണ് ആദ്യം എടുത്തത്. +2 പഠിക്കുമ്പോ 96 മോഡലാണ്. പിന്നെ എടുത്ത വണ്ടി പിന്നെ അപ്പോഴാണ് പിന്നെ പോയി വന്നപ്പോഴാണ് ബുള്ളറ്റിന്റെ ഒക്കെ ക്രേസ് വന്നത്. ബുള്ളറ്റ് വിന്റേജ് പഴയ മോഡല് സൈക്കിൾ ക്ലബ് ഒക്കെ ഉള്ള ഒരു വണ്ടി. അന്ന് ഭയങ്കര വിലയായിരുന്നു. അത് ഏത് മോഡലാ? 1982 മോഡൽ. പഴയ കാലത്ത് 43 വർഷം ബാക്കിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. കുടു വണ്ടിയായിട്ട്. ഈ കുടു വണ്ടി ഒരു വികാരാണ്, ഒരു ഹരാണെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും ഫാൻസും ഒക്കെ കമന്റ് അടിക്കുക, ലൈക്ക് അടിക്കുക കേട്ടോ. പഴയ റോയൽ എൻഫീൽഡ് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഉള്ള പോലെയല്ല, റൈറ്റ് സൈഡിലല്ല ഗിയർ വരുന്നത്, ലെഫ്റ്റ് സൈഡിൽ ഗിയറും റൈറ്റ് സൈഡിലും ബ്രേക്കും ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് ആംബിയർ കറക്റ്റ് ആക്കിയിട്ടൊക്കെ വേണം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഓടിക്കുന്നില്ല, എനിക്ക് കുറച്ച് കപ്പലാ. ഞാൻ ഓടിച്ച് പഠിച്ചിട്ട് ഇതിന്റെ മാത്രം ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാട്ടോ. ആർക്കൊക്കെ പഴയ ബുള്ളറ്റ് ഓടിക്കാൻ അറിയാം, അല്ലെങ്കിൽ ആർക്കൊക്കെ കയ്യിൽ ബുള്ളറ്റ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാ, എന്നാലേ അറിയുള്ളൂ കേട്ടോ. പുതിയത് ഏതെങ്കിലും എടുത്തിട്ടുണ്ടോ? ഷോഗൺ പുതിയതില് ഫ്രഷ് സാധനം എടുത്തിട്ട്, ലൈസൻസ് എടുത്തിട്ട് ആദ്യത്തെ വണ്ടി ഷോഗൺ ആണ്. അംബാസിഡറും കൂടി ഉണ്ട് അല്ലേ? അത് പറയുകയാണെങ്കിൽ നമ്മുടെ റിലേറ്റീവിന്റെ വണ്ടി തന്നെയാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. അവര് സ്വിറ്റ്സർലാൻഡിൽ സെറ്റിൽഡാ, ഇതിന്റെ ഓണർ ആയിരുന്നു. അവര് പിന്നെ ക്യാൻസൽ ചെയ്ത് ഫൈനലാക്കിട്ട് വന്നപ്പോ പിന്നെ ഓസ്ട്രേലിയൊന്നുമല്ലല്ലോ, അവർക്കത് ബുദ്ധിമുട്ടാണ് ഓടിക്കാൻ. കാരണം അവര് പുതിയൊരു വണ്ടി ബുക്ക് ചെയ്തപ്പോ ഞാൻ അവിചാരിതമായിട്ട് ചെല്ലായിരുന്നു. പറഞ്ഞത് കൊടുക്കാടാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എടുക്കാം തോന്നുന്ന വണ്ടിയാണ്. ഇത് ആയിട്ട് 15 വർഷമായിട്ട് എന്റെ കയ്യിൽ. ശരി. അംബാസിഡർ മാർക്ക് 4. അംബാസിഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പഴയ ഒരു പ്രൗഢിയുടെ ഒരു ലക്ഷണം കൂടിയിട്ടാണ് തോന്നുന്നതിലേക്ക്. 1984 മോഡല് മാർക്ക് 4 ആണിത്. 41 വർഷം പഴക്കമുണ്ട്. അപ്പൊ നമ്മള് അംബാസിഡറിന്റെ ഒരു വീഡിയോ മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്, സുരേഷ് ചേട്ടന്റെ ഒരു കാറ്. അപ്പൊ അതൊന്ന് വീഡിയോ ഒന്ന് പോയി കാണാം കേട്ടാ. അതിന്റെ ഫീച്ചേഴ്സും അത് ഓടിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മോഡിഫൈ ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് കണ്ടീഷൻ ആണ് വണ്ടി. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. അതിന്റെ പേപ്പർ വർക്ക്സ് അല്ലെങ്കിൽ ഇൻഷുറൻസ് അതൊക്കെ കംപ്ലീറ്റ് കറക്റ്റായി കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ കണ്ടീഷനായിട്ടോ. വണ്ടികളൊക്കെ കണ്ടീഷനാണ്, നമുക്ക് ഓടിച്ചു നോക്കാവുന്നതാണ്. പക്ഷെ സമയം ഇത്തിരി നീളുന്നതുകൊണ്ട് ഞാൻ ഇതൊന്നും കാണിക്കുന്നില്ല. ഇത് RX100 1993 മോഡലാണ്. ബ്ലാക്ക് കളർ. RX100ന്റെ ഫാൻസ് ഇവിടെ കമോൺ. 2 സ്ട്രോക്ക് എഞ്ചിനാണ് കേട്ടോ RX. 4 പഴയ വണ്ടികൾ തന്നെ ഉണ്ട്. അപ്പൊ ആ വണ്ടികളിൽ ഏറ്റവും ഇഷ്ടം ഏതാ പറയാൻ പറ്റുമോ? ബുള്ളറ്റ് തന്നെയാണ്. ബുള്ളറ്റ് എടുത്തിട്ട് പോവാറുണ്ടോ? ബുള്ളറ്റ് ആണ് ഏറ്റവും കൂടുതൽ എടുക്കുക. അതാണ്. ഇതിനോടെങ്കിലും ഒരു ഇമോഷണൽ ടച്ച് അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. വണ്ടികൾ ഇഷ്ടമാണ്, അത് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാൻ ഒരു ക്രൈസ് അല്ലേ, അത്രേ ഉള്ളൂ. കളക്ഷൻസ് ഉണ്ട് എന്നറിഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ ചോദിച്ചു വരാറൊക്കെ ഉണ്ടാവും, ചേട്ടാ ഈ വണ്ടി തരുമോന്നൊക്കെ? ഷോഗനാണ് ഏറ്റവും ഡിമാൻഡ് അല്ലേ? അത് ശരി. അതോ മോഹവിലൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ടോ? അത് ആദ്യം എടുത്ത ഒരു ബൈക്കൊന്നും കൊടുക്കൂല. എന്താ കാറ് കൊടുക്കാൻ താല്പര്യം? ഇല്ല, ഒന്നും കൊടുക്കില്ല. വണ്ടിയൊക്കെ വാങ്ങിച്ചെടുത്തത് വില നന്നായി കൊടുത്തിട്ടാണോ അതോ ചീപ്പ് റേറ്റിന് കിട്ടിയ? ബുള്ളറ്റ് മാത്രമാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. ഇതാണ് മക്കളെ ഷോഗൺ. വളവളാന്ന് തിളങ്ങിക്കൊണ്ടിരിക്കട്ടാ ഷോഗൺ. നോക്ക്, എല്ലാവരും തരുമോ എന്ന് ചോദിച്ച് പിന്നാലെ നടക്കുന്ന ഒരു വണ്ടിയാണ് സുസുക്കിയുടെ ഷോഗൺ. 2 സ്ട്രോക്ക് എഞ്ചിനാണ്. ഹൈറ്റ് ഇച്ചിരി കുറവാണ്. ഞാൻ അതൊന്ന് ഓടിച്ചു നോക്കാൻ തീരുമാനിച്ചു കേട്ടോ. പുത്തൻ വണ്ടി പോലെ കൊണ്ടു നടക്കുന്ന ജോസഫേട്ടന് വേണം ഒരു കുതിരപ്പോകം കൊടുക്കാൻ. 110 cc ആണ് വരുന്നത്. സുസുക്കിയുടെ ആണ്.
നിങ്ങളിത് ഓടിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ഉണ്ടോ എന്നൊക്കെ കമന്റ് ചെയ്യട്ടാ. ഞാൻ വരും. അടിപൊളി ഫീലാണ്ടാ. നല്ലൊരു എന്താ പറയാ, ഈ സൗണ്ട് എന്റെ ഭയങ്കര പഴയ ഒരു സൗണ്ട്, നല്ലൊരു ഫീലാട്ടാ. നൈസ്. ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും പറയാറുള്ള പോലെ വണ്ടിപ്രാന്തന്മാർക്കും ഭ്രാന്തികൾക്ക് ഇത് നയിച്ചു കൊടുക്കുക. ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമായിരിക്കാണ്. 1, 2, 3 നായ്ക്കുട്ടികളുണ്ട് ഇവിടെ. ഭയങ്കര കുറയാണ്. അപ്പൊ നമ്മുടെ ലൈഫിലായാലും നമ്മള് വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി നിങ്ങളോട് ഷെയർ ചെയ്യാണ്ട് എനിക്ക് ഒരു സമാധാനം ഇല്ല. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, സ്റ്റേ ട്യൂൺ.